ഗുരുവായൂരിനടുത്ത് തൊഴിയൂർ പ്രശസ്ത വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറായ ബക്കർക്ക. നിങ്ങൾക്ക് കാണാം ഷൂട്ട് ആഡ്സിൻ്റെ ബക്കർക്കയുടെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ്. നമ്മളിന്നൊരു ചെറിയൊരു ദൗത്യമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ദൗത്യം ചെയ്യുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് നമ്മളുണ്ടായിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, കഴിഞ്ഞ 6 മാസമായിട്ട് ബക്കർക്കയുടെ വീടിൻ്റെ മുകളിലെ റൂമിൽ എന്തൊക്കെയോ ശബ്ദം. ഈ അടുത്താണ് അത് കണ്ടുപിടിച്ചത്. ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഒരു സാഹചര്യം. അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ആരാണ് അത് കൈകാര്യം ചെയ്യുന്നത്, ആ ആളുടെ വിശേഷത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബക്കർ ഷൂട്ട് ആർട്സ് സ്റ്റുഡിയോ നടത്തുന്ന ആളാണ്. എങ്കിലും ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ ദിവസമായിട്ട് മകൾ പറയാറുണ്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ സുഹൃത്ത് പ്രബീഷിനെ ബന്ധപ്പെട്ട് പ്രബീഷ് പിന്നെ പറഞ്ഞപ്പോൾ ബക്കർക്ക എന്താ സംഭവം, ഞാൻ വന്ന് നോക്കാമെന്ന് അങ്ങനെ വന്നു. ഞങ്ങൾ സീലിംഗ് പൊട്ടിച്ചുകൊണ്ട് സീലിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് അതിനെ എടുത്ത്. ഒരുപാട് ബുദ്ധിമുട്ടിലാണ് പ്രബീഷ് അത് പുറത്തേക്ക് എടുത്ത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് അത്രയും വിഷമിച്ചിട്ടാണ് അവനെ എടുത്തിട്ടുള്ളത്. എങ്കിലും ഇത്രയും വലിയതാണെന്നുള്ളത് ഒരിക്കലും ഒരു വലിയ 2 മെരുകളും അതിൻ്റെ കുട്ടികളാണ് ഈ കാണുന്നത്. ഇതിനെ ഒരു മേ ബി ഒരു 6 മന്ത് മേലെ സൗണ്ട് കേട്ടിരുന്നു. പക്ഷെ അതെന്താണെന്ന് നമുക്കറിയില്ല. പിന്നെയാണ് ഇതിനെ മെരുവാണെന്നുള്ളത് പ്രബീഷ് പറഞ്ഞപ്പോഴാണ് നമുക്കറിയുന്നത്. നമുക്ക് പറ്റിയൊന്നും അറിയില്ല. നമ്മൾ സീലിംഗ് പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തത്. എന്തായാലും വലിയൊരു അനുഗ്രഹമാണ് പ്രബീഷ് ചെയ്തിട്ടുള്ളത്. അവൻ കൊടുക്കെടുത്താൽ എങ്ങനെയാണ് അത് പിടിച്ചെടുത്തത്, ആ ഒരു സാഹസികം തന്നെ പ്രത്യേകം അത് പറയാണ്ടത്. വലിയ സന്തോഷത്തോടു കൂടി വെൽക്കം. തിരക്കുള്ള സമയമാണ് ഇപ്പോൾ. എല്ലായിടത്തും ഭയങ്കര പാമ്പിന്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആളുകളും ഭയങ്കര പാനിക്കാണ് അല്ലേ? എങ്ങനെയാ ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടത്? ഇതിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണ്. നമ്മള് ചെറുപ്പത്തിലൊരു ആക്സിഡന്റ് പറ്റി, 18 വയസ്സിൽ ബൈക്ക് എടുത്തു. അത് കൊണ്ടുപോയിട്ട് ഒരു ബസ്സിന്റെ അടിയിൽ കയറിയിട്ട് ഒരു 6 മാസം കിടന്നു. അത് കഴിഞ്ഞിട്ട് ആക്സിഡന്റ് ആംബുലൻസിൽ പോകും. അങ്ങനെ പോകുമ്പോ അതായത് ഡ്രൈവറായിട്ട് അല്ല, നമ്മള് ഒരു ഒഴിവുള്ളപ്പം ചെന്നിരുന്നിട്ട് അങ്ങനെ പോകുമ്പോൾ ഈ പാമ്പ് കടിയൊക്കെ വരുമ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പാമ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചിന്തിച്ചാൽ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഫോറസ്റ്റുകാരും വിളിക്കും. പിന്നെ അവർക്ക് വിളി വന്ന് നമ്മളെ നമ്പർ കൊടുക്കും. പിന്നെ ഓരോ മൃഗങ്ങളായിട്ട് പിടിക്കാൻ പഠിച്ചു. പിന്നെ എല്ലാ മൃഗങ്ങളിലും ഇപ്പോൾ പിടിക്കാനുള്ള ഇത് ഉണ്ട്. അങ്ങനെ പഠിച്ചിട്ട് ഇപ്പൊ എവിടെ എന്തുണ്ടെങ്കിലും നമ്മളെ നമ്പർ കൊടുക്കും, വിളി വരും. ചെറുപ്പത്തിൽ എങ്ങനെയാ ഇതിനൊക്കെ പേടിയായിരുന്നു? അതോ ചെറുപ്പത്തിൽ എങ്ങനെയൊക്കെ? ചെറുപ്പത്തിൽ എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ ഈ ഏച്ചിന്റെ വണ്ടിയിൽ പോകുമ്പോ ഇവിടെ ഗുരുവായൂരായിരുന്നു ഇഷ്ടം പോലെ ട്രെയിൻ തട്ടി കേസുകളൊക്കെ വരും. അപ്പൊ അങ്ങനെ ബോഡികൾ ഇതൊക്കെ എടുത്ത് അങ്ങനെ അതായത് ട്രെയിൻ തട്ടുമ്പോ എന്താ അപകടം പറ്റില്ല ഞങ്ങൾ എടുക്കാറുണ്ട്. ചെതറി പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഓരോന്നൊക്കെ എടുത്തെടുത്ത് നമുക്ക് മനസ്സിലൊരു ധൈര്യം വന്നു. പിന്നെ ഇപ്പോ അത് കണ്ടിട്ട് പിന്നെ പാമ്പിനെ കാണുമ്പോ ഒന്നുമില്ല. കാരണം മനുഷ്യന്റെ ഇതാണ് കൂടുതൽ. ഇപ്പൊ പാമ്പ് വിഷനായ ഒക്കെ നമ്മളിവിടെ കൂടുതൽ കാണുന്നത്. മുള്ളംപന്നി, കാട്ടുപന്നി, അങ്ങനെ എല്ലാ മൃഗങ്ങളിലും ഇപ്പൊ പിടിക്കാനുള്ള ഒരു ഇതുണ്ട്. ഇതിന് എങ്ങനെയാണ് ഒരു പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു കിട്ടിയതൊക്കെ? പരിശീലനം കുറച്ച് ഫോറസ്റ്റുകാർ തരും. പിന്നൊക്കെ നമ്മുടെ കഴിവ് കൊണ്ട് ആർജിച്ചെടുക്കുന്നതാണ്. ഇതില് ഞാൻ പലപ്പോഴും ഈ പാമ്പിനെ പിടിക്കുന്ന ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴേ ഇത് ഭയങ്കര ശ്രദ്ധ വേണ്ട ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെ? ഒരു ശ്രദ്ധ പാളി പോയി കഴിഞ്ഞാൽ പാമ്പിനെയൊക്കെ പാമ്പിനെന്നല്ല ഏത് മൃഗത്തിനെ പിടിക്കാൻ പോകുമ്പോഴും അതിന്റെ മേലിൽ നിന്ന് നമ്മളെ ശ്രദ്ധ പോകാൻ പാടില്ല.
പിടിക്കുന്ന ജീവിയുടെ നമ്മളിപ്പോ പോണടത്ത് ചിലപ്പോ കണ്ടമാനം ജനങ്ങളുണ്ടായിരിക്കും. അതില് കള്ളുടിയന്മാരുണ്ടായിരിക്കും, പല ടൈപ്പിലുള്ള ജനങ്ങളാവും. അവര് ചിലപ്പോ കമന്റ് അടിക്കുന്നുണ്ടാവും, തെറി വിളിക്കുന്നുണ്ടാവും. നമ്മള് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് അവിടേക്കും ശ്രദ്ധിക്കരുത്. നമ്മൾ തന്നെ എന്ത് വിളിച്ചാലും നമ്മളങ്ങോട്ട് നോക്കരുത്. ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നമ്മളെ ജീവൻ തന്നെ പോണ ഒരു കേസാണിത്. നമ്മളെ ശ്രദ്ധപ്പെടുന്ന പോയ സെക്കൻഡ് വെച്ച് നമുക്ക് നേട്ടം കിട്ടും. തിരിച്ച് കൊത്ത് പാമ്പാണിച്ച് കൊത്തും, മറ്റുള്ള മൃഗങ്ങളാണെങ്കിൽ വന്ന് ഇടിക്കും. പല അപകടങ്ങളും ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി? ഇല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ എന്തുണ്ടായാലും ഞാൻ വേറെ എവിടേക്കും നോക്കില്ല. ഇത് കഴിഞ്ഞല്ലാണ്ട് ഞാൻ വേറെ എവിടേക്കും നോക്കില്ല. ഓക്കെ. ഇപ്പൊ ഈ ആദ്യമൊക്കെ പാമ്പിനെ പിടിക്കുമ്പോ ഇപ്പൊ ഈ കാണുന്ന പോലെ മറ്റേ ഇരുമ്പിന്റെ ഒരു വടിയും അതിലൊക്കെ ആക്കിയിട്ട് അങ്ങനെയാണോ പിടിച്ചിരുന്നത്? അത് അന്ന് കൈകൊണ്ടും പിടിച്ചായിരുന്നു, പിന്നെ അതിനും ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതെ, ഒരു സ്റ്റിക്ക് പിടിക്കണത്. ഇപ്പൊ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ആ ജീവിക്ക് അതിന് വേദനയാവും പറഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഒരു 10,000 പാമ്പിനൊക്കെ പിടിച്ചിട്ടുണ്ടാവും? 1000 ഒന്നല്ല, 1000 പോരാ, 10,000-3000 അടുത്തൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഏത് പാമ്പുകളിനെ മാത്രം. അതില് ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നിയതൊക്കെ അങ്ങനെ വല്ലതൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോ? റിസ്ക് ആയിട്ട് തോന്നിയത് ഒരിക്കൽ ഗുരുവായൂരൊരു ഫ്ലാറ്റിന്റെ അടിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അതില് വലിയൊരു മൂർഖനെ കണ്ടിട്ട് അത് കുറച്ച് റിസ്ക് ആയിരുന്നു. ഇത് നമ്മൾ പുറമെ മാറണ പോലെ ഈ വെള്ളത്തിൽ നിന്ന് മാറാൻ പാടില്ല. എന്താ വെച്ചാൽ സിമെന്റ് ഇട്ട സ്ഥലമായതുകൊണ്ട് അവിടെ വഴുക്കലുണ്ടായിരിക്കും. അപ്പൊ അത് പിടിക്കുമ്പോൾ കുളം പോലെയാണോ? അല്ല, ഫ്ലാറ്റിന്റെ അടിഭാഗത്ത് കാർ പാർക്കിങ്ങിൽ വെള്ളം കയറിയിട്ട് അതിന്റെ ഉള്ളില് പാമ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങി പിടിക്കുമ്പോ നമുക്ക് കുറച്ച് റിസ്ക്കാ. വെച്ചാൽ അത് വെള്ളത്തിലാകുമ്പോ അതിന് സ്പീഡ് കൂടുമല്ലോ. നമുക്കെന്ന് പറഞ്ഞാൽ ഈ വഴുക്കിലുള്ളതുകൊണ്ട് പെട്ടെന്ന് മാറാനും പറ്റില്ല. നമ്മള് തന്നെ ഇത് അടുത്തേക്ക് വരുമ്പോ നമ്മൾ മാറലാണ് ഏറ്റവും ഇത്. അതുകൊണ്ടാണ് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞത്. നമ്മളെ മേലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാറണം. അത് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നി. അതിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിടിച്ചു. പാമ്പിന്റെ ഈ വാലില് പിടിക്കുമ്പോ ഈ പാമ്പിന്റെ പിന്നെ അതിന്റെ കൺട്രോള് പോവാണോ? അല്ല, അത് നമുക്കൊന്നും നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ വാല് പിടിച്ചിട്ട് ആ കമ്പി കൊണ്ട് എടുത്തിട്ട് നമുക്ക് ആ കവറിലേക്ക് ആക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് പല വഴിക്ക് ഓടുമല്ലോ വാല് പിടിച്ചില്ല ചെങ്ങി, അതിന് വേണ്ടിയിട്ട്. പലപ്പോഴും ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് പരിചയമുള്ളൂ. ഇങ്ങനെ ചെറിയ പൊത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പാമ്പിന്റെ ഒരു ചെറിയൊരു വാലിന്റെ ഒരു കഷ്ണം പിടിച്ചിട്ടൊക്കെയാണ് വലിച്ചെടുക്കുക അല്ലെ? അതെ, അപ്പോൾ നമ്മള് ശ്രദ്ധയില് നിൽക്കണം. തല വരുമ്പോ അപ്പൊ നമ്മള് കൈവലിക്കണം, വിട്ടുകൊടുക്കും. സ്വന്തം ജീവൻ പണി വെച്ചിട്ടുള്ള കേസുണ്ട്. ഈ പിടിക്കാതെ പോരേണ്ടി വന്നിട്ടുണ്ട് എവിടെയെങ്കിലും പോയിട്ട്? പിടിക്കാതെ പോരാന്ന് വെച്ചാൽ ഈ പെരത്തറയുടെ ഉള്ളിലാണിച്ച് നമുക്ക് പിടിക്കാൻ പറ്റില്ല. എന്താ വെച്ചെങ്കിൽ ഈ കല്ലടക്കിയുള്ളത് കൊണ്ട് അതിന് ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. അത് നമ്മള് പെരത്തറയുമ്പോ നമുക്ക് പൊളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചിലയിടത്തൊക്കെ പോരേണ്ടി വന്നിട്ടുണ്ട്. അത് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ചോദിച്ച സ്ഥലം ഇങ്ങനത്തെയാണെന്ന് പറഞ്ഞ് ഞാൻ പരമാവധി പോകാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളിലൊക്കെ അതാണല്ലോ ഒരു പ്രശ്നം ഉണ്ടായത്. അത് വീടിന്റെ അകത്തേക്ക് വരണതെന്ന് വെച്ചെങ്കിൽ നമ്മള് ഈ ബാത്റൂമിലത്തെ പിന്നെ വാഷ് ബേസിന്റെ വെള്ളങ്ങളൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടി പൈപ്പ് ഇട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ചൂട് കൂടിയതുകൊണ്ട് ഈ വെറ്റുകൾ അവിടെ തണവ് നോക്കിയിട്ട് വരും ഈ വെള്ളം വരുന്നിടത്ത്. പിന്നെ അവിടെ ഈ തവളകൾ ഉണ്ടായിരിക്കും. തവള ഈ ചെറുപ്രാണികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൈപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് നേരെ അകത്തേക്ക് എത്തണം എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് എന്താ വെച്ചെങ്കിൽ അവിടെ എന്തെങ്കിലും വല പോലത്തെ എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കാൻ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സാധനം നേരെ ബാത്റൂമിലേക്ക് എത്തും. നമ്മള് പലരും ബാത്റൂമിന്റെ ഉള്ളിലത്തെ മൂടി വെറുതെ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ കുറച്ച് വലിപ്പമുള്ള പാമ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തുറക്കും. പിന്നെ ഈ ചെറിയ പാമ്പാണിച്ച് അതിനുള്ള ചെറിയ ഹോളിൽ കൂടെ ഉള്ളിലേക്ക് കയറും. ഇപ്പൊ ഇഷ്ടം പോലെ ബാത്റൂമുകൾ ഒക്കെ കിട്ടാറുണ്ട്. അതെ, അതായത് ആള് താമസമുള്ള വീടുകളിൽ കിട്ടാറുണ്ട്. ഈ പാമ്പുകൾ ജനല് വഴിയൊക്കെ അകത്തേക്ക് വരുമോ? ജനല് വഴി എന്ന് പറഞ്ഞിട്ട് വല്ലം ചെടികൾ ഇതൊക്കെ ഇരിക്കണ്ടെങ്കിലാണ് ജനൽ വഴി അധികം കയറുള്ളൂ. ഈ ജനലോട് ചേർന്നിരിക്കണ്ടെങ്കിൽ അല്ലെങ്കിൽ കയറാൻ പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ വലിയ പാമ്പുകൾ അനച്ചെങ്കിൽ ജനൽ വഴിയും കയറാം. ഈ ചെറുഭാഗ്യൊന്നും പെട്ടെന്ന് ജനലിൽ കൂടെ കയറി വരുന്നില്ല. ഒന്നുമല്ല കട്ടിലയുടെ അതിൽ കൂടെ മെയിൻ വാതിലിന്റെ അവിടെ ചിലയിടത്ത് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ചിലർ ഗ്രില്ല് വെച്ചിട്ട് ഗ്രില്ല് ചാരിയിടും, വാതിൽ തുറന്നിട്ടാവും. അപ്പൊ ഗ്രില്ലിന്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടെ കയറി വരാം. പാമ്പുകളില് ഏതാണ് വിഷം കൂടിയ പാമ്പ്? ഇപ്പൊ നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ അണലിയാണ് ഏറ്റവും വിഷം കൂടുതലുള്ളത്. അണലി ഉണ്ടല്ലേ? കണ്ടമാനുണ്ടല്ലേ? അതിനെന്ന് പറഞ്ഞാൽ കടിക്കാനുള്ള സ്പീഡും കൂടുതലാ. നമ്മൾ കണ്ണു വെട്ടി തുറക്കുന്ന നേരം കൊണ്ട് ചിലപ്പോൾ കടി കഴിയും. അത്രയും സ്പീഡ് കൂടുതലാണ്. അതെങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് കടിക്കും ചെയ്യും. മൂർഖന്റെ പോലെ എങ്ങനെ ഫ്രണ്ടിലേക്ക് മാത്രമല്ല, ആക്ഷനോട് കൂടിയിട്ടൊന്നല്ല. നമ്മുടെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ടല്ലേ? അണലി ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്.
ഞാൻ അണലീനെ ഏറ്റവും വലുതിനെ പിടിച്ചത് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ സിഐയുടെ റൂമിൽ. അതെ അതെ അതെ. അത് ഒരു ഞാൻ അകലിന്ന് കണ്ടപ്പോൾ ചോദിച്ചാൽ മലമ്പമ്പ ധരിച്ചു. അത്രയും വലിപ്പമുള്ളതാണ്. അത് അവർ പുലർച്ചെ ടൈമിലാണ്. അവരെവിടെയോ പോയിട്ട് പ്രതികളെ പിടിച്ചു വന്ന് കയറുന്ന നേരത്താണ് ജനക്കം കേട്ട് നോക്കുമ്പോൾ ഇത് അകത്ത്. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ചെന്ന് അതിനെ അറസ്റ്റ് ചെയ്തു. ഈ ഇത് പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്, നമ്മൾ സാധാരണ പറയാറുണ്ട് ആളനക്കൽ ഉള്ള സ്ഥലത്ത് പാമ്പ് വരില്ല എന്നൊക്കെയാണ് സാധാരണ പറയുക. അത് ആദ്യമൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ ആൾക്കാരുള്ളടത്താണ് പാമ്പിനധികം കാണുന്നത്. പാമ്പ് കുറച്ചുകൂടി മനുഷ്യനായിട്ട് വീടിന്റെ അകത്തുനിന്നൊക്കെയാണ് ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുന്നത്. അതെ അല്ലേ. ഇങ്ങനെ പാമ്പിനെയൊക്കെ പിടിച്ച് ഇങ്ങനെ വരുമ്പോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഹീറോ പോലെയാവും അല്ലേ. ഇതിന് പിടിച്ചു കഴിഞ്ഞാൽ കവറിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും കാണില്ല. പിന്നെ നമ്മള് നേരെ ഫോറസ്റ്റിനെ കൈമാറി ചെയ്യണം. ഇത് തുണിയില് ഈ തുണി സഞ്ചിയുടെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപദ്രവിക്കൊന്നുമില്ല അല്ലെ. ഉപദ്രവിക്കാൻ അങ്ങനെ അതിന്റെ മേലെ തൊട്ട് കഴിഞ്ഞ് ഉപദ്രവിക്കും. അതെ, മേലെ തൊടാൻ പാടില്ല. നമ്മൾ ഈ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ എന്താ നമ്മൾ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടത്? നമ്മള് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം. നമ്മൾ അതുമേ മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് ഞെക്കി കളയാൻ ഇതിനൊന്നും നിൽക്കാണ്ടിരിക്കട്ടെ നല്ലത്. ചില ആൾക്കാർ കാണാൻ കടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് ഞെക്കി കളയാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതിനായിട്ടാണ് ഇത് നമ്മളൊരു ചെറിയൊരു വിരല് കിടക്കുന്ന ഇതില് കെട്ടുക. എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞ നല്ല ടൈറ്റ് ചെയ്തിട്ട് കെട്ടണം എന്നാണ്. ഇപ്പൊ പറയണത് കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിന്നെ ഈ പാമ്പ് കടിച്ച ആളിനെ അധികം നടത്ത് ഓടിക്കുകയോ ചെയ്യാതെ കൊണ്ടുപോകാം. വണ്ടിയിൽ കയറ്റി സമാധാനിപ്പിച്ച് കൊണ്ടുപോകാം. ഈ പാമ്പ് കടിച്ചിട്ടല്ല അധികം ആൾക്കാർ മരിക്കുന്നത്. ഈ പാമ്പ് കടിച്ച് അവർക്ക് ടെൻഷൻ കയറും. പിന്നെ ഈ വരണവരെ പേടിപ്പിക്കലും കൂടിയാകുമ്പോ ആളെ അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നത് അധികം. ആളെ നോർമലായിട്ട് കൊണ്ടുപോകാം. ഞങ്ങളൊക്കെ ആദ്യം കുറച്ച് മുന്നേ നല്ല ആംബുലൻസ് സജീവമായിട്ട് പോകുമ്പോ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാ കൊണ്ടുപോകാം. അപ്പൊ അവർക്കൊരു പേടി ഉണ്ടാവില്ല. അവര് ക്ലിയർ ആയിട്ടിരിക്കും. കുറയും. നമ്മള് പിന്നെ ഇതിപ്പോ എന്തുട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് പിടിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോ ഇവർക്ക് ഇത്രയുള്ളൂ തോന്നും. ടെൻഷൻ അടിപ്പിക്കാണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പകുതി രക്ഷപ്പെടും. അപ്പൊ തന്നെ ഇപ്പൊ ഈ നമ്മുടെ ഇവിടേക്ക് ആണെങ്കിലേ എനിക്ക് തോന്നാറില്ലാണ് ഇപ്പൊ ഇത്രയും കെട്ടിടങ്ങളും സാധനങ്ങളൊക്കെ വന്നിട്ടും ഈ പാമ്പ് അതിനുള്ള ഒരു സ്ഥലം അത് ഇങ്ങനെ കണ്ടുപിടിച്ചെത്തൂല്ലേ? അത് ചില വീടുകളിൽ പോയി എന്ത് സംഭവിച്ചെങ്കിൽ അടുക്കളയില് അമ്മാതിരി വേസ്റ്റ് ആവും സ്ലാബുകൾ അടിയിലൊക്കെ. അതായത് ഒരു വൃത്തിയില്ലായ്മയാണ്. ഞാൻ ഇപ്പൊ അടുത്തൊരു വീട്ടിൽ പോയപ്പോ 10-25 ഇല്ലി അടുക്കളയില്. ഞാൻ പോണത് പകലാണ്. എനിക്കെന്നെ അറപ്പായി അടുക്കള കയറാൻ വേണ്ടിട്ട്. നോക്കുമ്പോ വലിയൊരു ചേരയായിരുന്നു അടുക്കളയിൽ. പക്ഷെ ഈ എലികളും കുട്ടികളെയൊക്കെ കണ്ടിട്ട് എങ്ങനെ ഇവര് ഇതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കണേ വേറെ ചിന്തിച്ചു. അത്രയും വൃത്തിയില്ലാണ്ട്. വീട്ടിലാണെങ്കിൽ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇത് വരാൻ ഒരു കാരണം പറഞ്ഞ മനുഷ്യന്മാരനെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമ്മൾ ഈ വൃത്തിയില്ലാത്ത ഇത് വരുമ്പോ കിച്ചണിലൊക്കെ ഈ ഇതുണ്ടാവില്ലോ, സ്ലാബിന്റെ അടിയില് ഡോറുകൾ വെച്ചിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളില് ബിരി വേസ്റ്റുകളൊക്കെ തള്ളിയിടും. പിന്നെ ബിരി അങ്ങോട്ട് നോക്കണില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ എലിയും കുട്ടികളൊക്കെ വരുമ്പോ അതിനെ പിടിക്കാൻ വേണ്ടിട്ട് ഇതും കയറി വരും. പിന്നെ ഈ എലി വന്നു കഴിഞ്ഞ പിന്നെ പൊത്തുകൾ ഉണ്ടാക്കുമല്ലോ പുറത്തേക്കൊക്കെ, അങ്ങനെ കയറി വരണാണ് അധികം. ഈ നമ്മൾ ഇതിന്റെ ഈ കടികളെ പറ്റിയിട്ടൊക്കെ പാമ്പിന്റെ പലയിടത്തും കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. നമ്മൾ എന്താണ് ഈ ഷൂ ഇതൊക്കെ വീടിന്റെ പുറത്തിടുന്നത് പരമാവധി ഒഴിവാക്കുക. പിന്നെ ഈ ജനലയുടെ അടുത്ത് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. പിന്നെ ഈ വാഷിംഗ് ബേസിന്റെ ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം പോണടുത്ത് വല്ല നെറ്റ് എന്തെങ്കിലും കെട്ടിയിട്ട് സേഫ് ആക്കുക. അതിൽ കൂടെയൊക്കെയാണ് അധികം കയറി വരുന്നത്. അവിടെ ഈ തവളകൾ ഇതൊക്കെ വരുമ്പോ അതിന്റെ ഉള്ളിൽ കൂടെയാണ് കയറിയിട്ട് അകത്തേക്ക് എത്തുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ വീടിന്റെ അകത്തേക്ക് കയറില്ല. ചില വീടുകളിൽ പോയാൽ ഈ തറയമ്മ പൊത്തുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്. എന്താ വെച്ചാൽ വീടിന്റെ തറയുടെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് അതിന് എടുക്കാൻ പറ്റില്ല. ഈ കരിങ്കല്ല് പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ സഞ്ചരിച്ചോണ്ട് ഈ മണ്ണെണ്ണ ഒഴിക്കുക അങ്ങനെയൊക്കെയുള്ള ചില മണ്ണെണ്ണ ഇതിന്റെ മേലെ ആവാൻ പാടുതന്നെയല്ല. എന്താ വെച്ചാൽ മണ്ണെണ്ണ ആയി കഴിഞ്ഞാൽ ഇതിന് പൊള്ളുകയാണ് ചെയ്യുക. പിന്നെ അവിടെ ഒരു വ്രണായി മാറുള്ളത് പാമ്പുകൾക്ക്. അതുകൊണ്ട് നമ്മൾ ആ ശാപം കൈയേൽക്കാതിരിക്കട്ടെ നല്ലത്. നമുക്ക് വേണമെങ്കിൽ പാമ്പില്ലാത്തപ്പോ വീടിന്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ ഒഴിച്ചിടാൻ തോന്നും. പാമ്പിന് കണ്ട ഒരിക്കലും അതിന്റെ മേൽക്ക് സാധനം ആവരുത്. ഇരുതലമൂരി അങ്ങനെയൊക്കെ പറയില്ലേ?
അത് കിട്ടാറുണ്ടോ? ഭാഗ്യം വരാറുണ്ടോ? അത് ഇരുതലമുരി എന്ന് നമ്മളെ ഈ മണ്ണൂരി പാമ്പെന്ന് അറിയില്ലേ, അതിനെ കണ്ടാലും ഇരുതലമുരി എന്ന് പറയാം. എന്നുവെച്ചാൽ അതിന്റെ വാലും തല ഏകദേശം സെയിമായിട്ടാ. പിന്നെ ഇപ്പൊ ഇന്നലെ ഒരു കുരുടിപ്പാമ്പ് പോലത്തെ ഇതിനെ പിടിച്ചു. അതിനെ കണ്ടാലും വാലും തല ഒരുപോലെ, അപ്പൊ അതിനെ കണ്ടാലും ഇരുതലമുരി എന്ന് പറയും. അത് ഭാഗ്യം കൊണ്ടുവരണമൊന്നുമില്ല. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മളിത് എടുക്ക് നേരെ ഫോറസ്റ്റ് ഭാഗ്യം വേണ്ട, ഭാഗ്യം വേണ്ട. കച്ചവടം നടത്ത. അതുപോലെ മുന്നേ വെള്ളിമുഖാനെ പിടിക്കാൻ നടന്ന പിള്ളേര് ഇവരെന്നെ എന്നിട്ട് പിടിച്ചോണ്ടിട്ട് ജയിലിലിട്ടപ്പോ ജയിലിന്റെ മീത് കൂടെ ഇത് പറക്കുമ്പോ നോക്കിയിരിക്കുക അടിയിലിരുന്നിട്ട് ഈ വെള്ളിമുഖ പറക്കുമ്പോ. അങ്ങനെ ഒരു ഭാഗ്യം ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് എന്ന് വെച്ചാൽ ഒരു ഇതുണ്ടായത് ഇപ്പോഴല്ല, സ്റ്റാർട്ടിങ്ങില് ഒരു ട്രെയിൻ തട്ടിയിട്ട് പീസ് ബീച്ച് ആയിട്ട് കിടക്കുമ്പോൾ പോലീസുകാർ ഇവരൊക്കെ വന്നിട്ട് പോലീസുകാരടക്കം തിരിഞ്ഞു നിന്നിട്ട് ടോർച്ച് അടിക്കായിരുന്നു. അത് അവർക്ക് നോക്കാൻ പേടിയായിട്ടുണ്ട്, അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അന്ന് ഒരു SI ഉണ്ടായിരുന്നു, സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. മൂപ്പര് വന്നിട്ട് ഫസ്റ്റ് ഈ തലോട്ടി ഇങ്ങനെ തലച്ചോറായിട്ടിരുന്നിരുന്നു. അത് മൂപ്പര് ഫസ്റ്റ് എടുത്ത് വെച്ചു. ഈ SI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് അത്രയും ആത്മാർത്ഥമുള്ള ഒരാളാണ്. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ വന്നിട്ട് ചെയ്യാൻ പറയുള്ളൂ, ഫുഡില്ല. ഇത് SI ആദ്യം വന്നിട്ടുണ്ട് എടുത്ത് വെച്ചു, ബാക്കി ഞങ്ങള് എല്ലാരും കൂടി എടുത്ത് വെച്ചു. എന്നിട്ട് മൂപ്പര് കുറെ വേദികളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ അച്ഛൻ്റെ പിള്ളേര് വന്ന കാരണമാണ് ചെയ്യാൻ പറ്റിയത്. അത്രയും ഒരു ആത്മാർത്ഥമുള്ളൊരു SI ആയിരുന്നത്. എന്ത് കേസുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയും, തന്നെ സ്ഥലത്തിന് ഇന്ന പാടേണ്ട പൊക്കോട്ടാണ്. അതെ. കുറെ മുന്നേ ഒരിക്കൽ ഇവിടെ ചോൽപ്പുറത്ത് ഒരു മീൻ ലോറി എൻ്റെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരാൾ കുടുങ്ങി കിടന്നിട്ട് ഞങ്ങൾ ഫയർഫോഴ്സ് ഒക്കെ കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ജീവനുണ്ടായിരുന്നു, കാല കുടുങ്ങിണ്ടായിരുന്നത്. അത് 1.5-2 മണിക്കൂർ ചെയ്തിട്ടാണ് വെട്ടിപ്പൊളിച്ചെടുത്തുള്ളത്. ജീവൻ രക്ഷിക്കാൻ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഇങ്ങനെ ഓർത്തെടുക്കാം.